പുനരധിവാസ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ സമരത്തിനൊരുങ്ങി ചൂരൽമല പടവെട്ടിക്കുന്ന് നിവാസികൾ. ഉരുൾപൊട്ടലിന് പിന്നാലെ ജോൺ മത്തായി കമ്മീഷൻ വാസയോഗ്യം എന്നടയാളപ്പെടുത്തിയ പടവെട്ടിക്കുന്നിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊന്നുമില്ല. ഉരുൾപൊട്ടലിന് മുൻപ് പടവെട്ടിക്കുന്നിലേക്കുണ്ടായിരുന്ന റോഡ് ഇപ്പോൾ പുഴയാണ്. തീർത്തും ഒറ്റപ്പെട്ടു പോയ 27 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളെ വീണ്ടും ഇവിടെ അടുത്ത മഴക്കാലത്ത് ഞങ്ങളെ ജീവൻ കൊരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് സർക്കാർ എത്തിപ്പെടുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ച് മുന്നോട്ട് ഇനി പോകാൻ കഴിയില്ല. പുറത്താണ് ഞങ്ങൾ പെട്ടില്ല. ഞങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതേമാതിരി പുത്തുമല ഇതേമാതിരി സംഭവിച്ചപ്പോൾ ഞങ്ങൾ ഇതുവരെ കുട്ടികളെ എടുത്തിട്ട് ഓടുക ചെയ്ത് രാത്രി 8 മണിക്കൊക്കെ കുട്ടികളെ എടുത്തു. മൂന്നാമത്തെ പ്രാവശ്യം 4-ാമത്തെ പ്രാവശ്യം ഇനി ഞങ്ങൾക്ക് കഴിയില്ല. ഇപ്പൊ മത്തായി സാറ് വന്ന അളവിലും ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾക്ക് ലൈവായിട്ട് നേരിട്ട് പുള്ളി പറഞ്ഞു, അയ്യോ പടവെട്ടിക്കുന്നോ ഒരിക്കലും വാസയോഗ്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ 10 റിപ്പോർട്ടുകൾ വന്നു. പിന്നീടാണ് ഇത് 2 ദിവസം കൊണ്ടാണ് സ്കൂൾ റോഡ് പോയിട്ട് പടവെട്ടിക്കുന്നായി, പിന്നെ വാസയോഗ്യമായി വന്നു. ഇത് ആരാണ് ഇതിന്റെ ഉള്ളിലെ ചേതോവികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കുള്ള റോഡില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അവരെ ഈ ദുരിതത്തിൽ നമ്മളെയും കൂടി ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, ആദ്യഘട്ടത്തിൽ ജോൺ മത്തായി തന്നെ വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ ഇടം പിന്നീട് എങ്ങനെയാണ് വാസയോഗ്യമായി മാറിയതും ഇതിനു പിന്നിൽ ഏത് തരത്തിലുള്ളൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ സംശയിക്കുന്നതും അവർക്കിപ്പോ ഒരു മഴക്കാലം കൂടി വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ആശങ്ക അവരുടെ മുന്നിലുണ്ട്? സൈഫുദ്ദീൻ, ഇപ്പോൾ 2B ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടിയാണ് ഇവർ വലിയ ആക്ഷേപവുമായി മുന്നോട്ട് വരുന്നത്. ഇവർ പറയുന്നത് ഇവിടെ ഒരിക്കലും വാസയോഗ്യമല്ല. നമ്മൾ ആ പ്രദേശം സന്ദർശിച്ചതാണ്. ആ പ്രദേശത്തേക്ക് പോകാനുണ്ടായിരുന്ന, നേരത്തെ പടവട്ടിക്കുന്നിലേക്ക് പോകാനുണ്ടായിരുന്ന വഴി, റോഡ് ഏക വഴിയാണ്, അത് ഇപ്പോൾ പുഴയാണ്. ഉരുളൻ പാറക്കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന വലിയ പുഴയാണ്. ഇനി അവർക്ക് ഈ 50 മീറ്ററിന് മുകളിലൂടെ ഒരു റോഡ് നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ കോടികൾ അതിന് ചെലവ് വരും. ഇങ്ങനെ വലിയ കോടികൾ ചെലവിട്ടുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു റോഡൊക്കെ നിർമ്മിച്ച് അങ്ങനെ അവരെ താമസിക്കുന്നത്? മാത്രമല്ല, എല്ലാ മഴക്കാലത്തും ഇവരെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയും മഴക്കാലമാകുമ്പോൾ ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാറുള്ളതാണ്. ഈ 27 കുടുംബങ്ങളെയും അവിടെ വാസം സാധ്യമല്ല. മഴക്കാലത്ത് ദുരന്ത ഭീഷണിയുള്ള അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന് വ്യക്തമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ ഈ 27 കുടുംബങ്ങളെ താമസിപ്പിക്കുന്നതിൻ്റെ കാരണം ഇവർ പറയുന്നത് മറ്റു പല കാര്യങ്ങളും അവർ പരസ്യമായി പറയാതെ ചില കാര്യങ്ങൾ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മുകൾ ഭാഗത്തുള്ള റിസോർട്ടുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ ജനവാസം ഉണ്ടാകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. പുത്തുമല ഉരുൾപൊട്ടൽ കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയായി, പക്ഷേ ഇതുവരെയും ആ പ്രദേശത്തേക്ക് വൈദ്യുതി എത്തിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന മുണ്ടക്കൈക്ക് മുകളിൽ ചില ഭാഗങ്ങളിൽ വൈദ്യുതി എത്തി. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ദുരന്തത്തിൽ നിന്ന് ഉൾപ്പെട്ട ആളുകളെ പുറത്തെടുത്തേക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇവർ പോസ്റ്റുമായി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ അടിയന്തരമായി വൈദ്യുതി എത്തിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയും ഈ റിസോർട്ടുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ജനവാസം സാധ്യമല്ല എന്ന് വ്യക്തമാണ്. ആദ്യം തന്നെ ജോൺ മത്തായി കമ്മീഷൻ ആദ്യം ഇവിടെ ജനവാസം സാധ്യമല്ല, ഇവിടെ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നീട് റിപ്പോർട്ട് വന്നതിന് ശേഷം 2ാം ഘട്ടത്തിലാണ് ഇത് ജനവാസ യോഗ്യമാണ് എന്ന് വരുന്നത്. മാത്രമല്ല, ദുരന്ത ഭൂമിയിലൂടെ 1 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചു വേണം പടവെട്ടിക്കുന്നിലേക്ക് എത്താൻ. ചൂരൽമല റോഡ് നമുക്കറിയാവുന്നതാണ്. ചൂരൽമല സ്കൂൾ റോഡിലൂടെ സേഫ് അവിടെ വന്നിട്ടുള്ളതാണ്. ആ വഴിയിലൂടെ 1 കിലോമീറ്ററോളം, ദുരന്ത ഭൂമിയിലൂടെ 1 കിലോമീറ്ററോളം ദൂരം നടന്നു വേണം, അല്ലെങ്കിൽ അപ്പുറത്ത് എത്തി 1 കിലോമീറ്ററിന് മുകളിലാണ് പടവെട്ടിക്കുന്നുള്ളത്. ഇതിന് സമീപത്തൊന്നും ജനവാസമില്ല, വാസയോഗ്യമല്ല. എന്തായാലും വാസയോഗ്യമല്ലാത്ത സ്ഥിതിക്ക് ഒരു മഴക്കാലം കഴിയുന്നതോടുകൂടി അവിടെ കാട് വളരും. ഇപ്പോൾ തന്നെയും കാട്ടാനകളും വന്യമൃഗങ്ങളും നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശത്ത് ഒരല്പം ദൂരത്ത് 1 കിലോമീറ്റർ മുകളിൽ 2 കിലോമീറ്റർ ആ ഭാഗത്തായി ആളുകളെ 27 കുടുംബങ്ങളെ മാത്രമായി താമസിപ്പിക്കുന്നതിന്റെ ചേതോവികാരം എന്താണ് എന്ന് വ്യക്തമാവുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും അവരിപ്പോൾ അവസാന ഘട്ടം വരെ കാത്തിരുന്നു. അതിനുശേഷം ചില സന്നദ്ധ സംഘടനകളുടെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുകൂടി അവർ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അതില്ല എന്നുകൂടി ഉറപ്പായ ഘട്ടത്തിലാണ് അവർ പരസ്യമായി രംഗത്ത് വരുന്നത്. അവർ സമരത്തിന് ഇറങ്ങുന്നു എന്നാണ് വ്യക്തമാവുന്നത്. എന്തായാലും റവന്യൂ മന്ത്രി ജില്ലയിൽ എത്തുന്നത് 13-ാം തീയതിയാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അതിനു മുമ്പായി സമരത്തിന് ഇറങ്ങുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സമര പ്രഖ്യാപനം അവർ നടത്തിയിട്ടില്ല. സമരത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നാണ് അവർ അറിയിക്കുന്നത്. സൈഫുദ്ദീൻ, അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട് നിന്ന്.